വർക്കൊന്നുമില്ല, കളർ പേപ്പറിൽ ചുറ്റുക, ഒട്ടുക. നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ വരാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക് ട്രൈബ്സ് യൂട്യൂബ് ചാനൽ. ഇന്നെന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസമാണ്. ചൊവ്വാഴ്ച ഇപ്പം സമയം എന്ന് പറയുന്നത് വൈകുന്നേരം 6:40 ആയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും വൈകുന്നേരം ഇത് എവിടെ പോയിരിക്കുകയാണെന്ന്. വേറെടുത്തല്ല, ഈ സ്ഥലത്തിൻ്റെ പേരെന്തോന്നാണ്? കൈതമുക്ക്. അതെ, കൈതമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഇൻചാർജ് സിസ്റ്റർ വയ്യാതെ കിടക്കുകയായിരുന്നു. എന്താ പനിയാണ്. അപ്പോൾ അതുകൊണ്ട് സിസ്റ്ററിനെ അന്വേഷിച്ച് ഞാൻ വന്നതാണ്. ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നു ഇവിടെ വരണമെന്ന്, ഇതുവരെ നടന്നില്ല. എന്നാൽ പിന്നെ ഇന്ന് അതിലേക്ക് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചു. ഞാനും അനിലും കൂടെയാണ് ഇവിടെ വന്നത്. വീട് കണ്ടുപിടിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടി, എന്നാലും കുഴപ്പമില്ല. ചേച്ചി വന്ന് നമ്മളെല്ലാം ഹെൽപ്പ് ചെയ്തു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ NOTയുടെ സ്വന്തം ഇൻചാർജ് സിസ്റ്ററിനെയാണ്. സിസ്റ്റർ ജി അകത്ത് ഇപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇൻചാർജ് സിസ്റ്റർ എന്ന് പറയുന്നത്. ഒരു ഹായ് കൊടുക്കൂ. അപ്പൊ ഇതാണ് ധന്യ സിസ്റ്റർ, നമ്മുടെ ശ്രീചിത്രയുടെ NOTയുടെ ഇൻചാർജ് സിസ്റ്റർ. ചേച്ചി എങ്ങനെയുണ്ട്? സുഖം തന്നെ ഇപ്പൊ? ഞാൻ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബറിനെ ഇങ്ങനെ ലൈവായിട്ട് കാണുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് എന്താണ് പറയുന്നത്? സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് പറയുന്നത് ശ്രീലാലിന്റെ ട്രാവൽ ടെക് ഡ്രൈവ്സ് സ്ഥിരമായിട്ട് കാണണം. ശ്രീലാൽ ആദ്യം ഞാൻ വിചാരിച്ചത് വളരെ സട്ടിലായിട്ടുള്ള ഒരാളെന്നാണ് വിചാരിച്ചത്. പക്ഷെ ശ്രീലാലിന് ഉറങ്ങി കിടക്കുന്ന ഒത്തിരി ടാലൻസ് ഉണ്ട്. അപ്പം ശ്രീലാൽ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ശ്രീലാലിന്റെ വീഡിയോസ് ഒക്കെ നമുക്ക് നല്ല ജെന്യൂൻ ആയിട്ട് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ വീഡിയോസ് ആണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്കൊരു ലൈറ്റ് മൊമെന്റ്സ് എൻജോയ് ചെയ്യണമെങ്കിൽ ശ്രീലാലിന്റെ വീഡിയോസ് കണ്ടാൽ അത് നല്ലതായിരിക്കും. ശ്രീലാലിന്റെ ട്രോൾസ് ഒക്കെ ഞാൻ കാണാറുണ്ട്, വീട്ടിലൊക്കെ കാണിക്കാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. വളരെ സിമ്പിളാണ്, പക്ഷെ എന്നാലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ശ്രീലാലിന്റെ വീഡിയോസ് ഒക്കെ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ നമുക്ക് മൊത്തത്തിൽ കളറാക്കണം. എനിക്ക് തോന്നുന്നു എന്നെ ഇത്രയും എന്താ പറയാ മോട്ടിവേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ചേച്ചി എന്ന് പറയുന്നത്. നമ്മളെ കട്ട സബ്സ്ക്രൈബറാണ്. ഇനി നമുക്ക് വീടൊക്കെ ഒന്ന് കാണാം. പഴയ മോഡൽ വീടാണ് കേട്ടോ. ഇത് എന്റെ മോനാണ്. പേര് പറ. നിരഞ്ജൻ. എത്രയില്? +2. ഇന്ന് പോണ്ടിരുന്ന സ്റ്റഡി ലീവ്. അവധിയെടുത്ത് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പിന്നെ ചേട്ടയില്ലേ? HDFC ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം പോയിട്ട് വന്നിട്ടില്ല. അച്ഛനും അമ്മയുണ്ട്. അമ്മ അടുത്ത്. പിന്നെ ഇളയ മോനെ വിളിക്കാനായിട്ട് അച്ഛൻ വെളിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഉടനെ വരും. പിന്നെ ഇത് തന്നെയാണ് എന്റെ സ്വന്തം വീട്. പിന്നെ ഈ വീട് കുറച്ച് വർഷം പഴക്കമുള്ള വീടാണ്. മുകളിലേക്ക് നമ്മള് ഒരു 10-11 വർഷം മുന്നേ മുകളിലെ നിലയിൽ നമ്മളിങ്ങനെ എടുത്തായിരുന്നു. അപ്പൊ ആദ്യം ഇവിടെ മാത്രമായിരുന്നു. ഇവിടെ അപ്പൊ എത്ര റൂമൊക്കെയാണ്? ഇവിടെ താഴെ 2 റൂമുണ്ട്, പിന്നെ ഒരു ബാത്റൂം, അടുക്കള അവിടെയാണ്. അത് ശരി. പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ പറഞ്ഞതുകൊണ്ട്. ചേച്ചിയുടെ പൂന്തോട്ടം അതെല്ലാം എന്റെ അമ്മയാണ് ചെയ്തിരിക്കുന്നത്. ചേച്ചിയുടെ കോൺട്രിബ്യൂഷൻ ഏതെങ്കിലും ഉണ്ടോ? കോൺട്രിബ്യൂഷൻ ഒന്നും. ചെടികളോടൊക്കെ വലിയ താല്പര്യമാണ്. കുറച്ച് മണ്ണൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അമ്മയെ കളിയാക്കും. കർഷകശ്രീ അവാർഡ് എനിക്ക് വരുന്നത് ചെടികളിലൊക്കെ വലിയ താല്പര്യമാണ്. പൂക്കളെല്ലാം അമ്മയുടെ സ്വന്തമാണ്. മുകളിലോട്ടുണ്ട്. ഗൈസ്, എനിക്ക് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റർ ഒരു രക്ഷയില്ല. ഭയങ്കര ക്രാഫ്റ്റ് വർക്കുകളൊക്കെ വളരെ മികച്ച രീതിയിൽ ചെയ്യുന്ന ഒരു സിസ്റ്ററാണ്. ഞാൻ തന്നെ സീരിയസ് ആയിട്ട് കാണുമ്പോൾ ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നും. പക്ഷെ ഇത് പെർഫെക്ഷൻ ഒന്നും അല്ല. അവര് ചെയ്തപ്പോ ഇങ്ങനെയൊന്നും അല്ല. നിങ്ങൾ ഇതൊന്ന് കണ്ടു. ഇത് നല്ല പെർഫെക്ഷൻ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇത് എത്രത്തോളം കിടിലമാണെന്നുള്ളത്. പ്രിങ്കിൾസിന്റെ ക്യാനിൽ ചെയ്തതാണ്. വർക്കൊന്നുമില്ല, കളർ പേപ്പറിൽ ചുറ്റുക, ഒട്ടുക, ഇഷ്ടമുള്ള ഷേപ്പ് ഒട്ടിച്ച് വെക്കുക. വളരെ എളുപ്പമാണ്. പൂജാമുറി, നല്ലൊരു ബെഡ്റൂം ഉണ്ട്. ഗായ്സ്, നമ്മളിപ്പോ സിസ്റ്ററിന്റെ വീടിന്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് നിൽക്കുകയാണ്. ഇതാണ് ഈ വീടിന്റെ ഒരു ടോപ്പ് ഭാഗം എന്ന് പറയുന്നത്. അടിപൊളി. ഇവിടെ എനിക്ക് തോന്നുന്നു ഏകദേശം ജിമ്മിന് വേണ്ടിയിട്ടുള്ള ചെറിയ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അതേ കണ്ടില്ലേ? വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട്. ഈ വീടിന്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ചേച്ചി നല്ല കൂൾ ഡ്രിങ്ക്സ് തന്നിരിക്കുകയാണ്. സ്നേഹമുള്ള ചേച്ചി. നമ്മൾ അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇവിടെ 2 പേര് വന്നിട്ടുണ്ട്. ഓ, അത് ശരി.
പക്ഷെ അച്ഛന് അത്യാവശ്യം ജോലി ഇവരൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതാ അടുത്ത ആള് വന്നിട്ടുണ്ട്. ഇളയാളാണ്, പേര് മാധവ് എന്നാണ്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അമ്മ പ്രത്യേകം പറഞ്ഞു ഒരു കഴിവുണ്ടെന്ന്, അതായത് പാട്ടൊക്കെ നല്ല രീതിയിൽ പാടുമെന്ന്. ഒരു 2 വരി പാടാൻ പറ്റുമോ? ഹരി ഹരി രാമ രാമ നന്നര വര ചൂടകു, ഹരി ഹരി രാമ രാമ നന്നര വര ചൂടകു, നിരത്തമു നീ നാമ സ്മരണയേ മരലു, നിരത്തമു നീ നാമ സ്മരണയേ മരലു, ഹരി ഹരി രാമ രാമ നന്നര വര ചൂടകു, നിരത്തമു നീ നാമ സ്മരണയേ മരലു, ദശരഥ നന്ദന ദശമുഖമർദ്ദന, ദശരഥ നന്ദന ദശമുഖമർദ്ദന, പശുപതി രഞ്ജന പാപ വിഭഞ്ജന, പശുപതി രഞ്ജന പാപ വിഭഞ്ജന, ഹരി ഹരി രാമ രാമ നന്നര വര ചൂടകു, നിരത്തമു നീ നാമ സ്മരണയേ മരലു, മണിമയ ഭൂഷണ മഞ്ജുല ഭാഷണ, മണിമയ ഭൂഷണ മഞ്ജുല ഭാഷണ, രണജയ ഭീഷണ രഘുകുല പോഷണ, രണജയ ഭീഷണ രഘുകുല പോഷണ, പതിത പാവന രാമ ഭദ്രാചല രാമ, പതിത പാവന രാമ ഭദ്രാചല രാമ, സതതമു ശ്രീരാമ ദാസുനന്നേലുക, സതതമു ശ്രീരാമ ദാസുനന്നേലുക, സതതമു ശ്രീരാമ ദാസുനന്നേലുക, സതതമു ശ്രീരാമ ദാസുനന്നേലുക, ഹരി 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 രാമ രാമ നന്നര വര ചൂടകു, ഹരി ഹരി രാമ രാമ നന്നര വര ചൂടകു, നിരത്തമു നീ നാമ സ്മരണയേ മരലു, നിരത്തമു നീ നാമ സ്മരണയേ മരലു, സ്മരണയേ മരലു, സ്മരണയേ മരലു. ഇതെങ്ങനെ പഠിച്ചത്? പാട്ട് ക്ലാസ്സിൽ പോയി പഠിച്ചു. പാട്ട് ക്ലാസ്സിൽ പഠിച്ച് അടിപൊളിയായിട്ട് പാടി കേട്ടോ. ഗൈസ്, ഇതേ ചേച്ചിയുടെ സ്നേഹം വളരെയധികം കൂടിക്കൊണ്ടുവരികയാണ്. അച്ഛാ, ഈ വട എവിടെ നിന്നാണ്? ഇത് നമ്മുടെ ബാലാജി ഹോട്ടൽ എന്ന് പറയും. ഓ, ബാലാജി ഹോട്ടല് നമ്മൾ റീൽസിലൊക്കെ കാണാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അതെ അതെ, ബാലാജി. നല്ല ടേസ്റ്റ് ആണ് അവിടുത്തെ ഇങ്ങനത്തെ സ്നാക്സ് ഒക്കെ. വടയൊക്കെ ഭയങ്കര ടേസ്റ്റ്. എന്നാ പിന്നെ വേണ്ടെന്ന് പറയുന്നില്ല. സൂപ്പർ. ഫോർട്ട് ഹോസ്പിറ്റൽ അതിനടുത്താണ് ഈ ഒരു ബാലാജി ചായക്കട. അവിടുത്തെ ഈ ഒരു ഐറ്റം, അതായത് ഉഴുന്നുവടയും ചമ്മന്തി, നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. സൂപ്പർ, നല്ല രുചി. അങ്ങനെയുണ്ട്. സ്ഥിരം കഴിക്കാറുണ്ട്. സമയം ഏകദേശം 7:20. ഇനി നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പം ചേച്ചി ടാറ്റ. ശരി, താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്ന് വരും? ഞാൻ വ്യാഴാഴ്ച ജോയിൻ. അപ്പൊ അച്ഛ ഇറങ്ങട്ടെ. നമ്മളവിടെയാണ് പുഞ്ചക്കരി ഷാപ്പ്. നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ വരാം. ഉറപ്പായിട്ടും നിർബന്ധിച്ചിരിക്കുന്നു. നിർബന്ധിച്ചിരിക്കും. മാധവ പാട്ടൊക്കെ കൊള്ളായിരുന്നു, അടിപൊളി. ഇനി ഒന്നുകൂടെ ഒരു പാട്ട് വീണ്ടും നമ്മൾ പാടിക്കുന്നതാണ്. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, അപ്പം പോട്ടാ. ടാറ്റ കൊടുക്കും എല്ലാവരോടും. ഒരു ടാറ്റ കൊടുക്കും. ഗായ്സ്, അങ്ങനെ നമ്മൾ സിസ്റ്ററിൻ്റെ വീട്ടിലെല്ലാം പോയിട്ട് തിരിച്ച് വണ്ടി എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, ഫൈനലി ഞാൻ അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. വരുന്ന വഴി മഴയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും സാരമില്ല. സിസ്റ്ററിനെയും വീട്ടുകാരെ എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാമറയുണ്ട്, സംസാരിക്കാൻ മടി, അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ചേച്ചി നല്ല രീതിയിൽ തന്നെ നമ്മുടെ അടുത്ത് സംസാരിച്ചു. ക്യാമറ ഉള്ള ചമ്മലോ ഫീലിങ്സ് അങ്ങനെ ഒന്നുമില്ലായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോഴും മനസ്സിലായി കാണും അല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എന്നും പറയുമ്പോൾ ഇനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ആൻഡ് ഇറ്റ്സ് മീ യുവർ ശ്രീലാൽ സൈനിങ് ഓഫ്.